കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കോട്ടയം ജില്ലയിലെ വൈക്കം നിയോജക മണ്ഡലത്തിലൂടെ, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി നിയോജക മണ്ഡലത്തിലൂടെയും മാവേലിക്കര നിയോജക മണ്ഡലത്തിലൂടെയും നമുക്ക് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യത്തെ യാത്ര ചരിത്രമുറങ്ങുന്ന മണ്ണായ വൈക്കം സത്യാഗ്രഹത്തിന് സാക്ഷ്യം വഹിച്ച വേമ്പനാട്ട് കായലിന്റെ ഓളപ്പരപ്പിൽ തലയുയർത്തി നിൽക്കുന്ന കോട്ടയം ജില്ലയുടെ സാംസ്കാരികവും വാണിജ്യപരവുമായ അടയാളങ്ങളിലൊന്നായ വൈക്കം നിയോജക മണ്ഡലത്തിലൂടെയാണ്. ഈ നാടിന്റെ സമഗ്രമായ പുരോഗതി ലക്ഷ്യമിട്ട ജനജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന സർക്കാർ കിഫ്ബിയുടെ സാമ്പത്തിക പിൻബലത്തോടെ നടപ്പിലാക്കിയത് വലിയ വികസന മുന്നേറ്റങ്ങളാണ്. കായലും പുഴകളും നിറഞ്ഞ വൈക്കത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ വികസന പദ്ധതികളാണ് ഇവിടെ ഒരുക്കിയത്. ഗതാഗത കുരുക്കഴിക്കുന്ന പുതിയ പാലങ്ങളും നവീകരിക്കുന്ന റോഡുകളും മികച്ച ആരോഗ്യ പരിരക്ഷ നൽകുന്ന ആശുപത്രിയും ആധുനിക സൗകര്യങ്ങളുള്ള സ്കൂളുകളും സാംസ്കാരിക ഉണർവേകുന്ന സിനിമാ തിയേറ്റർ സമുച്ചയവും പുതിയ തൊഴിൽ സാധ്യതകൾ തുറക്കുന്ന വ്യവസായ പാർക്കും നൈപുണ്യ വികസന പദ്ധതികളും ഇങ്ങനെ വൈക്കത്തിന്റെ സമഗ്ര വികസന ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കിഫ്ബി വഹിച്ച പങ്ക് നമുക്ക് വിലമതിക്കാനാവാത്തതാണ്. അതിനോടൊപ്പമാണ് വൈക്കം നിയോജക മണ്ഡലത്തിലെ കിഫ്ബിയുടെ വർക്കുകളെ എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനാകുന്നത്. വൈക്കം നിയോജക മണ്ഡലത്തിൽ കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി നിരവധിയായ പദ്ധതികൾ ഇപ്പോൾ നടന്നു വരികയാണ്. അതിൽ വളരെ പ്രധാനമായി എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ വൈക്കം താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിട ആശുപത്രി സമുച്ചയത്തിൻ്റെ കാര്യമാണ്. 85 കോടി രൂപ കിഫ്ബി വഴി അനുവദിച്ച് ഇന്ന് 1,25,000 സ്ക്വയർ ഫീറ്റിൽ 3 ബ്ലോക്കുകളിലായി 5 നിലകളിലായി നമ്മുടെ ആശുപത്രിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എടുത്തിരിക്കുന്നു. ഏറ്റവും ആധുനിക നിലവാരത്തിലുള്ള ഒരു താലൂക്ക് ആശുപത്രിയാവും നമുക്കിതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് സമർപ്പിക്കാനാകുക. 24ഓളം പേ വാർഡുകളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നിരവധിയായിട്ടുള്ള വാർഡുകൾ, അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് ആധുനിക ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ്, CT സ്കാൻ, 3 ഓപ്പറേഷൻ തിയേറ്ററുകൾ, 2 മേജർ ഓപ്പറേഷൻ തിയേറ്റർ, 1 മൈനർ ഓപ്പറേഷൻ തിയേറ്റർ. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റ് സൗകര്യങ്ങൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് ഉൾപ്പെടെയുള്ളവ, ICU 3 ICU യൂണിറ്റ് ഉൾപ്പെടെയുള്ള ഒരു താലൂക്ക് ആശുപത്രിക്ക് വേണ്ട എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഉൾപ്പെടുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ് നമുക്ക് കിഫ്ബിയുടെ ധനസഹായത്തോടുകൂടി സർക്കാർ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. ഈ സമയത്ത് ഏറ്റവും നല്ല രോഗി സൗഹൃദമായ ഒരു ആശുപത്രി നമുക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കാനാകുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷവും അതിലേറെ അഭിമാനവും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. വൈക്കം പോലെ ജലത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്ത് പാലങ്ങൾക്കും റോഡുകൾക്കും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ വൈക്കത്ത് നിന്ന് മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമാകും. ടൂറിസം വികസനത്തിന് വഴിയൊരുക്കും, ചരക്ക് നീക്കം സുഗമമാക്കും, നാടിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗതയേറും. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും പ്രധാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വൈക്കം വെച്ചൂർ റോഡിൻ്റെ പ്രവർത്തനങ്ങളാണ്. 258 കോടി രൂപയാണ് വൈക്കം വെച്ചൂർ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി വഴി സർക്കാർ അനുവദിച്ചു തന്നിട്ടുള്ളത്. സ്ഥലം ഏറ്റെടുക്കൽ ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ. അതിൻ്റെ ഫണ്ട് 964 പേരുടെ വസ്തു 15 ഏക്കർ സ്ഥലമാണ് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത്. അതിൽ 200ഓളം പേരുടെ സ്ഥലം ഏറ്റെടുത്തു. ഇപ്പോൾ അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് കട, വീട്, മതിലുകളൊക്കെ പൊളിക്കുന്നതിനുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്.
ഇടയാടം ജംഗ്ഷൻ മുതൽ കൈപ്പഴമട്ട് വരെയുള്ളവരുടെ ഹിയറിംഗ് ഇനി പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ അത്രയും ബൃഹത്തായ ഒരു പദ്ധതി വരുമ്പോൾ 6ഓളം പാലങ്ങൾ അതിൽ പണിയാനുണ്ട്. 10 മീറ്റർ ടാറിങ്ങും 3 മീറ്റർ വീതമുള്ള യൂട്ടിലിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് നമുക്ക് ആ പാലം ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. തീർച്ചയായും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ തുടങ്ങാനാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് വൈക്കം വെച്ച് റോഡിൻ്റെ വിഷയമാണ് എങ്കിൽ നമുക്ക് പാലങ്ങൾ, നിരവധിയായിട്ടുള്ള പാലങ്ങൾ നമുക്ക് കിഫ്ബിയുടെ ഫണ്ട് ലഭിച്ച് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് അക്കരപ്പാടം പാലമാണ്. 16.2 കോടി രൂപ മുതൽ മുടക്കി അക്കരപ്പാടം പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചിട്ടുണ്ട്. മൂലേക്കടവ് പാലം 25 കോടി രൂപ മുതൽ മുടക്കിയാണ് നിർമ്മിക്കുന്നത്. അതും ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ പറ്റുന്ന ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. ചെമ്പുവാലൈപ്പാലം 30.2 കോടി രൂപ മുതൽ മുടക്കി നമുക്ക് ഏറ്റവും നല്ല ഒരു പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കലിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഏതാനും ആഴ്ചകൾക്കകം നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറ്റുന്ന ഒരു ഘട്ടമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, വൈക്കം നഗരസഭയിൽ 3 തിയേറ്ററുകൾ പണ്ടുണ്ടായിരുന്നതാണ്. പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ടതെല്ലാം നമുക്ക് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടു, അടച്ചുപൂട്ടപ്പെട്ടു. ഇന്ന് സർക്കാരിൻ്റെ KSFDCക്ക് മുഖാന്തിരം നമുക്ക് ഒരു പുതിയ തിയേറ്റർ സമുച്ചയം തന്നെ 22 കോടി രൂപയുടെ സർക്കാർ അനുവദിച്ചു തന്നു. കിഫ്ബി ഫണ്ടാണിത്. അതിൽ 2 തിയേറ്റർ സ്ക്രീനുകളും ഒരു എഡിറ്റിംഗ് സ്റ്റുഡിയോയും ഉൾപ്പെടെയുള്ള ഒരു തിയേറ്റർ സമുച്ചയമാണ്. നമ്മളവിടെ 90% സിവിൽ വർക്കുകളും പൂർത്തീകരിച്ചു. ഇനി അതിൻ്റെ തിയേറ്റർ എഞ്ചിനീയറിംഗിൻ്റെ കാര്യങ്ങളാണ്. അതിൻ്റെ ടെൻഡർ നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ്. സ്കൂളുകൾ കിഫ്ബി ഫണ്ട് മുഖാന്തരം നമുക്ക് ഇൻ്റർനാഷണൽ സ്കൂളിന് വേണ്ടി 5 കോടി രൂപ സർക്കാർ അനുവദിച്ചു തന്നു. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചു. കഴിഞ്ഞ മിനിസ്ട്രിയുടെ സമയത്ത് തന്നെ നമുക്കത് ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് ഇപ്പോൾ പ്രവർത്തിക്കാനാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ നല്ല രീതിയിൽ അവിടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. പിന്നെ മറവന്തുരത്ത് GUP സ്കൂൾ, അതും നമ്മൾ കെട്ടിടം പൂർത്തീകരിച്ചു. കുഞ്ഞുങ്ങളിപ്പോൾ ആ ക്ലാസ് റൂമുകളിൽ ഇരുന്ന് പഠിക്കുകയാണ്. ഇനി നമുക്ക് ദേവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിന് 3,90,00,000 രൂപയാണ്. അതിൻ്റെ സെറ്റ് ഔട്ടൊക്കെ ചെയ്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. AJ ജോൺ സ്കൂളിന് 3 കോടി രൂപയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കുട്ടികളിപ്പോൾ ആ ക്ലാസ് റൂമുകളിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഇനി നമുക്ക് ഗേൾസ് ഹൈ സ്കൂളിൻ്റെ 1 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നു. കൂട്ടുമേൽ സ്കൂളിന്, അതായത് കുലശേഖരമംഗലം സ്കൂളിൻ്റെയും ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗതിയിലേക്ക് വന്നിട്ടുള്ള സന്ദർഭമാണ്. അങ്ങനെ നിരവധിയായ സ്കൂളുകൾക്ക് കിഫ്ബിയുടെ ഫണ്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കാൻ പറ്റിയെന്നുള്ള ഒരു ചാരിതാർത്ഥ്യം കൂടി ആ വിഷയങ്ങൾ സംബന്ധിക്കുമ്പോൾ ഒരു MLA എന്ന നിലയിൽ എനിക്കുണ്ട്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്, 3 സീകളുടെ നാട് എന്നറിയപ്പെടുന്ന തലശ്ശേരി ഉൾപ്പെടുന്ന തലശ്ശേരി നിയോജക മണ്ഡലത്തിലൂടെയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ വാണിജ്യ കേന്ദ്രം, സാംസ്കാരിക സംഗമഭൂമി, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഈറ്റില്ലം എന്നീ നിലകളിൽ പ്രശസ്തമായ ഈ നാട് ഇന്ന് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു പുതിയ ചരിത്രം രചിക്കുകയാണ്. തലശ്ശേരി താലൂക്കിൽ ഉൾപ്പെടുന്ന തലശ്ശേരി മുനിസിപ്പാലിറ്റിയും ചൊക്ലി, എരഞ്ഞോളി, കതിരൂർ, ന്യൂമാഹി, പന്ന്യന്നൂർ എന്നീ 5 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് തലശ്ശേരി നിയോജക മണ്ഡലം. കേരളം ഇന്ന് നേടിയെടുത്ത എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് വലിയ പങ്കുവഹിച്ചു എന്ന പൂർണ്ണ ബോധ്യമുള്ള ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. കേരളത്തിലെമ്പാടും ഏറ്റവും വലിയ പുരോഗതിയാണ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ളത്. പുതിയ റോഡുകൾ, പുതിയ പാലങ്ങൾ, സ്കൂളുകൾക്കും ആശുപത്രികൾക്കും പുതിയ കെട്ടിടങ്ങൾ, ഇങ്ങനെ നിരവധി സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചത് ഈ കിഫ്ബിയിലൂടെയാണ്. ഞാൻ വടക്കൻ കേരളത്തിലെ ഹെറിറ്റേജ് നഗരമായ തലശ്ശേരി ഉൾപ്പെടുന്ന തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ്. അഭിമാനത്തോടെ പറയാം, തലശ്ശേരിയുടെ സമഗ്ര പുരോഗതിക്ക് കിഫ്ബി വലിയ പങ്കുവഹിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് തന്നെ തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ നിരവധി സർക്കാർ വിദ്യാലയങ്ങൾക്ക്
1 കോടി മുതൽ 5 കോടി വരെ ഭൗതിക പശ്ചാത്തല വികസനത്തിന് കിഫ്ബിയിലൂടെ നേടാൻ സാധിച്ചു എന്നത് അഭിമാനകരമാണ്. ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് തലശ്ശേരി സാക്ഷ്യം വഹിക്കുന്നത്. അതോടൊപ്പം ഗതാഗതം, ടൂറിസം, വിദ്യാഭ്യാസം, വൈദ്യുതി, കുടിവെള്ളം, നീതിന്യായം തുടങ്ങി സമസ്ത മേഖലകളിലും വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരും കിഫ്ബിയും എന്ന കേരളത്തിന്റെ അഭിമാന വികസന മാതൃകയും ചേർന്നാണ് ഈ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. ആരോഗ്യമേഖല ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മാതൃകയാവുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ് മലബാർ ക്യാൻസർ സെൻറ്റർ. ആ മലബാർ ക്യാൻസർ സെൻറ്ററിൽ ഈ 8 വർഷത്തിനിടയിൽ ഏതാണ്ട് 600 കോടിയിലേറെ രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത്. അതിൽ 200 കോടിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി. 400 കോടിയുടെ പുതിയ ക്യാൻസർ ബ്ലോക്കിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 400 കോടി വിലമതിക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന മലബാർ ക്യാൻസർ സെൻറ്റർ ക്യാൻസർ ചികിത്സക്ക് മാറാൻ പോകുമ്പം ആ നിലയിലേക്ക് എത്തിക്കുന്നതിൽ കിഫ്ബി വലിയ പങ്കുവഹിച്ചു എന്നുള്ളതാണ്. 600 കോടി രൂപയുടെ കിഫ്ബിയിലൂടെ മലബാർ ക്യാൻസർ സെൻറ്റർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തലശ്ശേരിയുടെ അമ്മയും കുഞ്ഞും ആശുപത്രി, വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, ആ വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിന് വേണ്ടി ജനകീയ മൂവ്മെൻറ്റിലൂടെ ഞങ്ങൾ ഭൂമി ഏറ്റെടുത്തപ്പം അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഏതാണ്ട് 40-ലേറെ കോടി രൂപ കിഫ്ബിയിലൂടെ നാം അനുവദിച്ച് കിട്ടിയത്. യാത്രാക്ലേശത്തിന് അറുതി വരുത്തുന്ന പുതിയ റോഡുകളും പാലങ്ങളും റെയിൽവേ മേൽപ്പാലങ്ങളും ജലഗതാഗതത്തിന് പുത്തൻ ഉണർവേകുന്ന വെസ്റ്റ് കോസ്റ്റ് കനാൽ പദ്ധതി, തലശ്ശേരിയുടെ പൈതൃകം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന ഹെറിറ്റേജ് പ്രോജക്റ്റ്, അറിവിന്റെ ലോകത്തേക്ക് വെളിച്ചം വീശുന്ന നവീകരിച്ച വിദ്യാലയങ്ങൾ, മികച്ച സേവനങ്ങൾ ഉറപ്പാക്കുന്ന കോടതി സമുച്ചയം, തടസ്സമില്ലാത്ത വൈദ്യുതിയും ശുദ്ധമായ കുടിവെള്ളവും ലഭ്യമാക്കുന്ന പദ്ധതികൾ, സാംസ്കാരിക കായിക ഉന്നമനത്തിനുള്ള സംരംഭങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് തലശ്ശേരിയുടെ സമഗ്രമായ പുരോഗതിക്ക് അടിത്തറ പാകുന്നത്. പിന്നെ ഗതാഗതം സംബന്ധിച്ച് പറയുമ്പം ഒരുപാട് റോഡുകൾ ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞു. അതിലേറ്റവും എടുത്തു കാണിക്കാൻ സാധിക്കുന്നത് റെയിൽവേ മേൽപ്പാലമാണ്. തലശ്ശേരി കണ്ണൂർ ഇന്നിപ്പോൾ സ്റ്റേറ്റ് ഹൈവേ ആണ്. ആ സ്റ്റേറ്റ് ഹൈവേയിലെ ഗതാഗതക്കുരുക്കിന് ഏറ്റവും വലിയ തടസ്സം കൊടുവള്ളിയിലെ റെയിൽവേ ഗേറ്റായിരുന്നു. ആ റെയിൽവേ ഗേറ്റ് ഇല്ലാതെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം, കൊടുവള്ളി ROB നിർമ്മാണ പ്രവർത്തനം അതിൻ്റെ ലാസ്റ്റ് ഫേസിലാണ്. ഒരുപക്ഷെ അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത് തലശ്ശേരിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും വലിയ മുന്നേറ്റമാകും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്.
വികസന തുടർച്ചയുടെ അടുത്ത യാത്ര ഊണാട്ടുകരയുടെ സാംസ്കാരിക ഹൃദയഭൂമിയായ രാജാ രവിവർമ്മയുടെ ഓർമ്മകൾ പേർന്ന പമ്പയുടെയും അച്ഛൻ കോവിലാറിന്റെയും സാമീപ്യത്താൽ അനുഗ്രഹീതമായ ചരിത്രവും പൈതൃകവും ഇഴചേർന്ന ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് ജന്മം നൽകിയ ക്ഷേത്രങ്ങളും പള്ളികളും ഒരുപോലെ നിലകൊള്ളുന്ന ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലൂടെയാണ്. കാർഷിക സംസ്കൃതിയും വളർന്നു വരുന്ന നഗരത്തിന്റെ ആവശ്യങ്ങളും ഒത്തുചേരുന്ന ഈ മണ്ണിൽ ജനങ്ങളുടെ ചിരകാല സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും നാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പുതിയ കാലത്തിനനുസരിച്ച് നവീകരിക്കുന്നതിനും കിഫ്ബി നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. ഒരു നാട് അഭിവൃദ്ധിയിലേക്ക് നീങ്ങണമെങ്കിൽ അതിന്റെ അടിസ്ഥാന ശീലങ്ങളായ റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, കുടിവെള്ളം, വൈദ്യുതി തുടങ്ങിയ മേഖലകളിൽ വലിയ മുന്നേറ്റമുണ്ടാകണം. എന്നാൽ പതിറ്റാണ്ടുകളായി നമ്മുടെ സംസ്ഥാനം നേരിട്ട ഒരു പ്രധാന വെല്ലുവിളി ഇത്തരം വലിയ പദ്ധതികൾക്ക് ആവശ്യമായ ഭീമമായ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുക എന്നതായിരുന്നു. സർക്കാരിന്റെ വാർഷിക ബഡ്ജറ്റുകൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. മുൻഗണനാക്രമത്തിൽ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പലപ്പോഴും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ആവശ്യമായ മുഴുവൻ തുകയും ഒറ്റയടിക്ക് നീക്കിവെക്കാൻ കഴിഞ്ഞെന്നു വരില്ല. ഇത് പദ്ധതികൾ വൈകാനും ചിലപ്പോൾ ഉപേക്ഷിക്കപ്പെടാനും കാരണമായിരുന്നു. ഈ ഒരു വികസന മുരടിപ്പിനെ മറികടക്കാനും കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു പുതുജീവൻ നൽകാനുമാണ് കേരള സർക്കാർ കിഫ്ബി എന്ന വിപ്ലവകരമായ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു സംരംഭത്തിന് തുടക്കമിട്ടത്. അതുവഴി മണ്ഡലത്തിൽ നടത്തിയത് അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങളാണ്. മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ ആരോഗ്യ, ഗതാഗത, വിദ്യാഭ്യാസ, സാംസ്കാരിക, ഊർജ്ജ മേഖലകളിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ടുള്ള കിഫ്ബിയുടെ ഈ വികസന മാതൃക വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. മാവേലിക്കരയുടെയും സമീപ താലൂക്കുകളായ കാർത്തികപ്പള്ളി, ചെങ്ങന്നൂർ, പന്തളം തുടങ്ങിയ പ്രദേശങ്ങളിലെയും ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമാണ് മാവേലിക്കര ജില്ലാ ആശുപത്രി. ഒരു ജില്ലാ ആശുപത്രി എന്ന നിലയിൽ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ കാലങ്ങളായി നിലനിന്നിരുന്ന സ്ഥലപരിമിതിയും സൗകര്യങ്ങളുടെ അപര്യാപ്തതയും രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഈ അവസ്ഥയ്ക്ക് സമഗ്രമായ ഒരു പരിഹാരം കാണുകയാണ് കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കിയ മാവേലിക്കര ജില്ലാ ആശുപത്രിയുടെ വികസന പദ്ധതി. ഇതൊരു ചെറിയ നവീകരണമല്ല. ആശുപത്രിയെ അടിമുടി മാറ്റി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ഏറ്റവും ആധുനികമായ ഒരു ചികിത്സാ കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു മെഗാ പ്രോജക്റ്റാണ്. മാവേലിക്കര ടൗണിന് സമീപം കായംകുളം പുനലൂർ റെയിൽവേ പാതയുള്ള കല്ലുമല ലെവൽ ക്രോസിലെ ഗതാഗത കുരുക്ക് വർഷങ്ങളായി യാത്രക്കാരുടെ പേടി സ്വപ്നമായിരുന്നു. ട്രെയിനുകൾ കടന്നു പോകുമ്പോൾ റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നത് മിനിറ്റുകളോളം നീണ്ട ഗതാഗത സ്തംഭനത്തിന് കാരണമായിരുന്നു. ഇത് യാത്രക്കാരുടെ സമയവും ഇന്ധനവും ഒരുപോലെ നഷ്ടപ്പെടുത്തി. ഈ വലിയ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുകയാണ് കിഫ്ബി ഫണ്ടോടെ നിർമ്മിക്കുന്ന കല്ലുമല റെയിൽവേ മേൽപ്പാലം. ഒരു നാടിന്റെ ഭാവിയുടെ അടിത്തറ പാകുന്നത് ഇവിടുത്തെ വിദ്യാലയങ്ങളാണ്. നമ്മുടെ സർക്കാർ സ്കൂളുകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ഏറ്റവും വലിയ സാമ്പത്തിക സഹായം നൽകുന്നത് കിഫ്ബിയാണ്. ഈ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം എന്നത് കേവലം കണക്കുകളോ കെട്ടിടങ്ങളോ അല്ല. അത് മാവേലിക്കരയിലെ ഓരോ സാധാരണക്കാരന്റെയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഗുണപരമായ വലിയ മാറ്റങ്ങളുടെ സൂചകമാണ്.
മികച്ച ചികിത്സാ സൗകര്യം സ്വന്തം നാട്ടിൽ തന്നെ ലഭ്യമാകുമ്പോൾ, ഗതാഗത കുരുക്കിൽപ്പെടാതെ സമയം ലാഭിച്ച് യാത്ര ചെയ്യാൻ കഴിയുമ്പോൾ, നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല പഠനാന്തരീക്ഷം ലഭിക്കുമ്പോൾ, യുവജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ തുറന്നു കിട്ടുമ്പോൾ അത് ഈ നാടിന്റെ ആകെ പുരോഗതിയും ജനങ്ങളുടെ സന്തോഷവുമാണ് വർദ്ധിപ്പിക്കുന്നത്. കിഫ്ബിയിലൂടെ കേരള സർക്കാർ നടപ്പാക്കുന്നത് കേവലം ഇഷ്ടികയും സിമന്റും കൊണ്ടുള്ള നിർമ്മാണം മാത്രമല്ല, അത് ഓരോ പൗരന്റെയും ജീവിത നിലവാരം ഉയർത്താനും അവർക്ക് സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു സമഗ്ര വികസന കാഴ്ചപ്പാടാണ്. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.